മലത്തിൽ ബ്ലഡ് കാണുക അല്ലേ, രക്തം കാണുക എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ആശങ്ക ഉണ്ടാക്കുന്നൊരു സംഗതിയാണ് മലത്തിൽ ബ്ലഡ് കാണുക അല്ലെങ്കിൽ ടോയ്ലറ്റിൽ രക്തം കാണുക എന്ന് പറയുന്നത്. പലപ്പോഴും പല ആളുകളും എന്ത് ചെയ്യില്ല, നമ്മുടെ അറിയുന്ന ആളുകളോടോ നമ്മുടെ പാരൻസിനോടോ നമ്മുടെ റിലേറ്റീവ്സ് നമ്മുടെ സ്നേഹജനങ്ങളോട് ഇഷ്ടക്കാരോട് എന്ത് ചെയ്യില്ല. ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ, KNB ഹോസ്പിറ്റൽ, കൊടുവള്ളി. മലത്തിൽ ബ്ലഡ് കാണുക അല്ലേ, രക്തം കാണുക എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ആശങ്ക ഉണ്ടാക്കുന്നൊരു സംഗതിയാണ് മലത്തിൽ ബ്ലഡ് കാണുക അല്ലെങ്കിൽ ടോയ്ലറ്റിൽ രക്തം കാണുക എന്ന് പറയുന്നത്. പലപ്പോഴും പല ആളുകളും എന്ത് ചെയ്യില്ല, നമ്മുടെ അറിയുന്ന ആളുകളോടോ നമ്മുടെ പാരൻസിനോടോ നമ്മുടെ റിലേറ്റീവ്സ് നമ്മുടെ സ്നേഹജനങ്ങളോട് ഇഷ്ടക്കാരോട് എന്ത് ചെയ്യില്ല, ഈ വിഷയങ്ങൾ പറയില്ല, അതൊരു സൈലൻ്റ് ആക്കിയിട്ട് മിണ്ടാതെ വെക്കും. പക്ഷെ അത് പിന്നീട് അതൊരു ക്രോണിക് ഇഷ്യൂയിലേക്ക് പോകുമ്പോഴാണ്, നല്ല അനീമിക് കണ്ടീഷനിലേക്ക് പോകുക, നല്ല ക്ഷീണം തോന്നുക, മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻസിലേക്ക് പോകുക, അങ്ങനെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉള്ളത് ആയിട്ട് അവർ പലപ്പോഴും അറിയുക അല്ലെങ്കിൽ മറ്റുള്ളവർ മനസ്സിലാക്കുക. അപ്പോൾ മലത്തിൽ ബ്ലഡ് വന്നാൽ അത് എന്തൊക്കെ കണ്ടീഷനുകൾ പൊതുവെ കാണാറുള്ളത്, ഏതൊക്കെ രീതികളിലാണ് അത് ബ്ലഡ് ഉണ്ടാവുക, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ പെട്ടെന്ന് മനസ്സിലാക്കുക, അതിനെ എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ടോ, പെട്ടെന്ന് നമുക്ക് എങ്ങനെയാണ് അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അത് സിവിയർ ആണോ അല്ലേ എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ചില ആളുകൾക്ക് ചെറിയൊരു കോൺസ്റ്റിപ്പേഷൻ വന്നാൽ പോലെ എന്ത് ചെയ്യും, ബ്ലീഡിങ് ഉണ്ടായിരിക്കും. അത് നമുക്കത്ര സിവിയാരിറ്റി ഇല്ല, കോൺസ്റ്റിപ്പേഷൻ മാറിയാൽ എന്ത് ചെയ്യും, പെട്ടെന്ന് റെഡിയാക്കാവുന്നുള്ളൂ. പക്ഷേ അതേ സമയം ചില ആളുകൾക്ക് എന്താ പറയുക, ഭയങ്കരമായിട്ട് ഡിസെൻട്രി, നല്ല ലൂസ് മോഷൻ വരിക, അല്ലെങ്കിൽ ഷിഗല്ലയുടെ ഇൻഫെക്ഷൻ വരിക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ബ്ലഡ് കാണാൻ വരും. അപ്പോൾ അതുകൊണ്ട് ഏതാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏതിൽ കൂടുതൽ പരിഗണിക്കണം, ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിന് ക്യാൻസറിൻ്റെ പ്രശ്നമാകുമോ, അങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷനുകൾ ഇന്നുണ്ടാവും, ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ ഈ കൺഫ്യൂഷൻ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇതൊരു സ്വകാര്യമാക്കി വെക്കുമെന്നല്ലാണ്ട് പലരും ഇത് ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യില്ല. ഇതൊരു സിവിയാരിറ്റിയിലേക്ക് പോയാൽ മാത്രമേ അതിനെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഈ മലത്തിൽ ബ്ലഡ് വരുമ്പോൾ കോമൺ ആയിട്ട് നമ്മൾ ഏതൊക്കെ അസുഖങ്ങളിലാണ് കാണപ്പെടുക, അപ്പോൾ അത് എങ്ങനെയാണ് നമുക്കത് ഡിഫറൻഷ്യേറ്റ്, നമുക്കത് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ചെറിയ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, മലത്തിൽ ബ്ലഡ് കാണുക എന്ന് പറഞ്ഞാൽ അല്ലേ, മലം ഫോം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ഇൻറ്റസ്റ്റൈന് ഡൈജസ്റ്റ് ചെയ്തിട്ട് ഫുഡ് ഡൈജഷൻ, അതിൻ്റെ അബ്സോർപ്ഷനും കാര്യങ്ങളൊക്കെ നടന്നതിൻ്റെ വേസ്റ്റായിട്ട് വരുന്നതാണ്. അപ്പോൾ ആ വേസ്റ്റിൽ ബ്ലഡ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫുഡ് പാർട്ടിക്കിൾ വരുന്ന നമ്മുടെ ഇൻറ്റസ്റ്റൈൻ്റെ തുടക്കം മുതൽ അവസാനം വരെ വരുന്ന ആ ഭാഗമുണ്ടല്ലോ, അതുവരെയുള്ള ഭാഗങ്ങളിൽ എന്തെങ്കിലും മുറിവ് വന്നാൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നാൽ, എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ, ബ്ലീഡിങ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഈ മലത്തിൽ അതിൻ്റെ ബ്ലഡ് ഉണ്ടായിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മലത്തിൽ ബ്ലഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അത് എല്ലാ സമയത്തും നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല. ചില സമയത്ത് നമുക്ക് അത് ടെസ്റ്റുകൾ ചെയ്താലേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ചില സമയത്ത് നല്ല ഫ്രഷ് ബ്ലഡ് എന്ത് ചെയ്യും, നമ്മൾ ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്ത് നല്ല ഫ്രഷായിട്ട് നമ്മുടെ ഒരു കയ്യിലൊരു നമ്മുടെ ശരീരത്തിൽ പൊതുവെ മുറിവ് പറ്റിയാൽ എങ്ങനെയാണോ ബ്ലഡ് ഉറ്റി വീഴുന്നത്, അതുപോലെ തന്നെ എന്ത് ചെയ്യും, ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്ത് ചില കേസുകളിൽ ഫ്രഷ് ബ്ലഡ് ഉറ്റി വീഴാറുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് ഏത് അസുഖത്തിലാണ്, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ കുടലിൻ്റെ ഏത് ഭാഗത്ത് വന്ന പ്രശ്നം കൊണ്ടാണ് ഈ മലത്തിൽ ഇങ്ങനെ ഒരു രക്തം വന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പല അസുഖങ്ങൾ, കുടലിൽ വരുന്ന ചില അസുഖങ്ങളൊക്കെ എന്തുണ്ടാവും, ഗ്രാജ്വലി പലപ്പോഴും മലത്തിൽ ബ്ലഡ് വരാനുള്ള സാധ്യത ഉണ്ടാകാറുണ്ട്. അപ്പോൾ മലത്തിൽ ബ്ലഡ് ഉണ്ട് എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ആ ഭക്ഷണം വരുന്ന ഒരു കുഴലുണ്ടല്ലോ, നമ്മുടെ ഭക്ഷണം കടന്നു വരുന്ന ചെറുകുടലും വൻകുടലും മലം ലാസ്റ്റ് പുറത്തേക്ക് വരുന്ന ഭാഗങ്ങളൊക്കെ, ആ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ചില അബ്നോർമാലിറ്റികൾ, അവിടെ എന്തോ പ്രശ്നങ്ങളുണ്ട്, അവിടെ എന്തോ ഒരു അബ്നോർമാലിറ്റി ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബ്ലഡിൻ്റെ സാന്നിധ്യം എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ കഴിയണം. ഇനി നമ്മുടെ നാടുകളിലൊക്കെ കോമൺ ആയിട്ട് OPകളിൽ വരുന്ന ഒരു കേസാണ് ഫ്രഷ് ബ്ലഡ്. ഡോക്ടറെ, ഞാൻ ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്ത് ബ്ലഡ് വരുന്നുണ്ട്, കുറച്ച് കാലമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, അത് നല്ല രീതിയിൽ ഉറ്റി വീഴുന്നുണ്ട്, നല്ല ക്ഷീണമുണ്ട്. ചിലപ്പോൾ നമ്മുടെ കേസ് വരുമ്പോൾ പേഷ്യൻസ് നല്ല ക്ഷീണം എന്നുള്ള രീതിയിലാണ് പറയുക. ചിലപ്പോൾ ബൈസ്റ്റാൻഡേഴ്സ് ആയിരിക്കും വരിക, പേഷ്യൻ്റ് ഒന്നും മിണ്ടില്ല. പേഷ്യൻസ് പറയും, ഡോക്ടർ ഇവർക്ക് നല്ല ക്ഷീണമാണ്, പെട്ടെന്ന് കിടക്കണം, നല്ല തല ചുറ്റുന്ന
വരുന്നുണ്ട്, തലകറക്കമുണ്ട്, ഭക്ഷണം കുറവാണ്, ചിലർക്ക് വയറുവേദന വരുന്നുണ്ട്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പറയും. പക്ഷെ നമ്മൾ വീണ്ടും അത് ടെസ്റ്റുകൾ നടത്തുമ്പോൾ അവരുടെ ബ്ലഡൊക്കെ നോക്കുമ്പോഴാണ് HB കുറവായിരിക്കും, ബ്ലഡിൻ്റെ എമൗണ്ട് കുറവായിരിക്കും. അപ്പോൾ സ്വാഭാവികം വരുമ്പോൾ ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട്, ഇപ്പോൾ ഫീമെയിൽസ് ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ കൂടുതലായിട്ട് ബ്ലീഡിങ് ഉണ്ടോ, മെൻസസിൻ്റെ സമയത്ത് കൂടുതലായിട്ട് ബ്ലഡ് പോകുക, വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് നോർമലി അവർക്ക് ഇതൊക്കെ ഓക്കെ ആയിരിക്കും. പക്ഷെ അവർ പറയും ഞങ്ങൾ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാകാറുണ്ട് എന്നുള്ളത്. അപ്പോൾ സിമ്പിളായിട്ട് റീസൺ, ഇതിൻ്റെയൊക്കെ മെയിൻ റീസൺ എന്താ വരുന്നത്, ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്ത് ബ്ലഡ് ഉറ്റി വീഴുന്നു, അതുകൊണ്ട് ബ്ലഡ് കൂടുതലായിട്ട് പോകുന്നു, ആൾ വീക്കാകുന്നു എന്നുള്ളതാണ് പ്രശ്നം. അത് പക്ഷേ എന്താണ്, ഈ പറയുന്ന രോഗി എന്ത് ചെയ്യില്ല, ഒരിക്കലും ഓപ്പണായിട്ട് പറയില്ല എന്നുള്ളതാണ്. അതൊരു ഉള്ളിൽ ഒതുക്കി വെക്കുന്ന ഒരു സമ്പ്രദായം പലരിലും ഇന്ന് കാണുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ക്ലിനിക്കിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും, നല്ല ക്ഷീണമായിരിക്കും, മറ്റെന്തെങ്കിലും അസുഖമായിരിക്കും, HB കുറവായിരിക്കും, അങ്ങനെയുള്ള കംപ്ലയിൻറ്റ്സ് ആയിട്ട് വരിക. പക്ഷേ യഥാർത്ഥ റീസൺ എന്തായിരിക്കും, ഇങ്ങനെ ടോയ്ലറ്റിൽ പോകുമ്പോൾ ബ്ലീഡിങ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ബ്ലീഡിങ് ഉണ്ടാകാനുള്ള ഒന്ന് പ്രധാനമായിട്ട് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് പൈൽസാണ് അല്ലേ. പൈൽസ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, ഇന്ന് കോമൺ ആയിട്ട് പലരും ഉണ്ടാകുന്നതാണ്. കോൺസ്റ്റിപ്പേഷൻ വരുമ്പോൾ, ശരിയായ രീതിയിൽ ശോധനം നടക്കാതെ വരുമ്പോൾ എന്ത് ചെയ്യും, ടോയ്ലറ്റിൽ പോയിട്ട് നല്ല പ്രഷർ കൊടുത്ത് കൂടുതൽ സമയം ഇരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മൂലത്തിൻ്റെ ഭാഗത്ത്, ടോയ്ലറ്റിൽ നമ്മൾ മലം വരുന്ന അവസാനം പോകുന്ന ഭാഗത്ത് എന്തുണ്ട്, അവിടുത്തെ രക്തക്കുഴലുകൾ വീർത്ത് വരികയും ഒരു തടിപ്പായിട്ട് രൂപാന്തരപ്പെടുകയും പിന്നീട് അത് ഗ്രാജ്വലി വലുതായിട്ട് ചെറിയ മുറിവൊക്കെ സംഭവിച്ചിട്ട് ബ്ലീഡിങ് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ പൈൽസ് ഉള്ളവർക്ക് നല്ല ഫ്രഷ് ആയിട്ടായിരിക്കും ബ്ലഡ് ഉണ്ടാവുക. അത് ഈ പറഞ്ഞ പോലെ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത്, ഇരിക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കും. അതിന് കൂടെ തന്നെ അവർക്ക് ഈ പൈൽസിൻ്റേതായിട്ടുള്ള സിംറ്റംസ് ഉണ്ടായിരിക്കും. മീൻസ് നല്ലൊരു തടിപ്പൊക്കെ ഫീൽ ചെയ്യും. ചില ആളുകൾക്ക് ടോയ്ലറ്റിൽ പോകുമ്പോൾ ഒരു കുരു പോലെ പുറത്തേക്ക് വരും, ചിലത് അത് ഉള്ളിൽ ചെറിയ രൂപത്തിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ അത് നോർമൽ പ്രസ്സിലേക്ക് പോവുകയും ചെയ്യുള്ളൂ. അത് ഡിഫറെൻറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ എനിവേ ഇത് പൈൽസ് ഉള്ളവർക്ക് എന്ത് ചെയ്യും, നല്ല ഫ്രഷ് ബ്ലഡ് ടോയ്ലറ്റിൽ കാണും. അത് ഒരു സിമ്പിളായിട്ട് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. മറ്റൊന്നുമാണ് ആനൽ ഫിഷർ ഫോം ചെയ്യുക എന്നുള്ളത്. അതായത് ചെറിയ രൂപത്തിൽ നേരത്തെ നമ്മൾ നരമ്പ് തടിച്ച് അല്ലെങ്കിൽ രക്തക്കുഴൽ തടിച്ചിട്ട് മുറിവായിട്ട് പോകുന്ന ബ്ലഡാണ്. പക്ഷേ ഫിഷർ എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം, നമ്മുടെ ഈ കുടൽ എന്ന് പറയുന്നത് അല്ലേ, നമ്മൾ ആ കുടൽ എന്ന് പറയുന്ന ചെറിയൊരു നേർത്ത ആവരണമാണ്. വലിയ മസിൽ അല്ലെങ്കിൽ വലിയൊരു ബോൺ സെറ്റോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, ചെറിയ നേർത്ത ആവരണമാണ്. അതൊരു ചെറിയൊരു കുടലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കോൺസ്റ്റിപ്പേഷൻ വരുമ്പോൾ നല്ല വയറൊക്കെ ഉറച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോണി നേച്ചർ, കല്ലിൻ്റെ ഒരു പ്രകൃതത്തിലേക്ക് നമ്മുടെ മല എത്തും അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ നല്ല പ്രഷർ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നല്ല മൂർച്ചയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കുടലിൻ്റെ എന്ത് ചെയ്യും, ചെറിയ മുറിവ് വരും. ചെറിയ രൂപത്തിൽ മുറിവ് സംഭവിച്ച് അവിടെ നിന്ന് ബ്ലീഡിങ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെയും ഈ പറയുന്ന പോലെ ഫ്രഷ് ബ്ലഡ് അവരിൽ കാണും. പക്ഷേ ഇവരിൽ നിന്ന് ഡിഫറൻഷ്യേറ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫിഷർ വന്ന കേസുകളാണെന്നുണ്ടെങ്കിൽ, ഫിഷർ വന്നാലും പൈൽസ് വന്നാലും ഫ്രഷ് ബ്ലഡാണ് എന്ത് ചെയ്യുക നമുക്ക് കാണാൻ കഴിയുക. പക്ഷേ ഫിഷറിൻ്റെ കേസുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോയ്ലറ്റിൽ മലം പോകുന്ന സമയത്ത് ഭയങ്കര എരിച്ചിലും പുകച്ചിലുണ്ടാവും. എന്താ കാരണം, അവിടെ മുറിവുള്ളത് കൊണ്ട്, ആ മുറിവിലൂടെ മലം വരുന്നത് കൊണ്ട് നല്ല എരിച്ചിലും പുകച്ചിലും നല്ല അസ്വസ്ഥതയും നീറലും ഒക്കെ പുകച്ചിലൊക്കെ ആ സമയത്ത് അവർക്ക് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ മുറിവിൻ്റെ ഒരു ചെറിയൊരു സ്കിന്നിൻ്റെ ടാഗുകളൊക്കെ എന്ത് ചെയ്യും ചിലപ്പോൾ നമുക്ക് കാണാൻ കഴിയും അങ്ങനത്തെ കണ്ടീഷനുകളിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യും, ഇതുപോലെയുള്ള അസുഖങ്ങളുണ്ടാകും. അതേപോലെ തന്നെ ഇതിന് റീസണാണ് ഇപ്പോൾ ചൈൽഡ് ബർത്ത്, അതായത് നോർമൽ ഡെലിവറി ഒക്കെ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇതുപോലെയുള്ള ഫിഷറുകൾ ആനൽ റീജിയനിൽ ഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവർക്കും ഇതുപോലെയുള്ള ബ്ലീഡിങ്ങിൻ്റെ ഒരു പ്രശ്നങ്ങൾ കാണാറുണ്ട്. ആ ഒരു സമയങ്ങളിൽ അതൊരു വൂണ്ട് ഹീലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ ഫിഷറിൻ്റെ കോൺസ്റ്റിപ്പേഷനൊക്കെ നോർമലായി ഫിഷറിൻ്റെ അല്ലെങ്കിൽ ആ മുറിവ് ഹീലായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ആ ബ്ലീഡിങ് നിൽക്കുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാരണമാണ് ചില കേസുകൾ നല്ല സിവിയറായിട്ട് ഡയറി കൂടുതലായിട്ട് നന്നായിട്ട് വയറ്റുനിന്ന് പോയാൽ എന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു കുടലിൽ ഉണ്ടായിരുന്ന ആവരണമൊക്കെ നഷ്ടപ്പെടും. നോർമലി ഉണ്ടായിരുന്ന ഒരു പ്രൊട്ടക്ഷൻ ലെയറൊക്കെ അതിൽ മ്യൂക്കസ് ലെയറിലൊക്കെ മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ രൂപത്തിലുള്ള ബ്ലഡ് മലത്തിലൂടെ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് കൂടുതലായിട്ട് ഡയറി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ മൂലം ആ ഏറ്റവും എൻഡിങ് ഭാഗത്ത് നല്ല എരിച്ചിലും പുകച്ചിലും ചെറിയ രൂപത്തിലും മുറിവും രക്തം പൊടിയലൊക്കെ നമുക്ക് ചില കേസുകളിൽ കാണാൻ കഴിയുന്നതാണ്.
പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ചില കേസുകളിൽ ചില ആളുകൾ ആനൽ സെക്സ് നടക്കുമ്പോൾ പിന്ദ്വാരത്തിലൂടെ സെക്ഷൽ കോൺടാക്റ്റ് നടക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ മുറിവുകൾ പെട്ടെന്നുണ്ടാകും. അതൊരു പ്രോപ്പർ വേ അല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് മുറിവ് സംഭവിക്കുകയും ഈ പറഞ്ഞതുപോലെ ബ്ലീഡിങ് ഉണ്ടാവുക, ശരിയായ രീതിയിൽ ശോധന സംഭവിക്കാതിരിക്കാൻ പല അസുഖങ്ങളുണ്ടാകും. അപ്പോൾ അതിന് കൂടെ വരുന്നതാണ് ചില കേസുകളിൽ മുറിവ് വന്നു കഴിഞ്ഞാൽ ആനൽ ഫിഷർ അവിടെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രഷ് ബ്ലഡാണ് വരുന്നത്. കൂടുതൽ അസ്വസ്ഥതകൾ ടോയ്ലറ്റിൽ പോകുന്ന അല്ലെങ്കിൽ മലം പോകുന്ന സമയത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക അത് ആനൽ ഫിഷറിനാണ് സാധ്യത വളരെ കൂടുതൽ. പിന്നെ മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇൻഫെക്ഷൻസ്, അതായത് IBD IBS പോലെയുള്ള അസുഖങ്ങളുണ്ട്. അതായത് ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ്, നമ്മുടെ ചെറുകുടൽ വൻകുടലൊക്കെ എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ് വന്നിട്ട് അവിടെ നിന്ന് ബ്ലീഡിങ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രഷ് ബ്ലഡ് ആയിട്ട് നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യില്ല, ക്ലോട്ടഡ് നേച്ചർ ആയിരിക്കും. കാരണം കുടലിൻ്റെ ഉള്ളിലാണ് ആ കംപ്ലയിൻസ് ഉള്ളത് അല്ലേ. അപ്പോൾ അവിടെ നിന്ന് മല ഇവിടെ എത്തുമ്പോഴേക്കും എന്തായാലും ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ടാകും. പെട്ടെന്ന് കണ്ടുവെത്താൻ സാധിച്ചു കൊള്ളുന്നുണ്ടാവില്ല. ചിലപ്പോൾ നമുക്കത് ടെസ്റ്റുകളൊക്കെ ചെയ്താൽ മാത്രമേ അത് ഐഡൻറ്റിഫൈ ചെയ്യാനേ കഴിയില്ല. നേത്രങ്ങൾ കൊണ്ട് നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിഞ്ഞു കൊള്ളണം എന്നില്ല. അപ്പം അങ്ങനെയുള്ള കണ്ടീഷൻ ഉണ്ടാകും. പക്ഷെ അങ്ങനെയുള്ളവർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വയറുവേദന ഉണ്ടാകും, നല്ല വയറ് കോച്ചൊരു പിടുത്തം ഉണ്ടാകും, പിന്നെ അതുപോലെ ബ്ലോട്ടിങ്, വയറ് വീർത്തത് പോലൊരവസ്ഥ, വയറ്റിൽ നിന്ന് പോകാനുള്ളൊരു പ്രയാസം, അങ്ങനെയുള്ള പല അസ്വസ്ഥതകളും അതുമായി ബന്ധപ്പെടുന്നു. ചിലപ്പോൾ നല്ല ഫീവർ ഉണ്ടായിരിക്കും, വൊമിറ്റിംഗ് ടെൻഡൻസി, അങ്ങനെയുള്ള പല അസ്വസ്ഥതകളും ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റൊമക്ക് ഡിസീസിൻ്റെ കേസിൽ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തിലും എന്തുണ്ടാകും, IBD IBS പോലെയുള്ള അസുഖങ്ങളിലും ബ്ലീഡിങ് അല്ലെങ്കിൽ മലത്തിൽ ബ്ലഡ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഒരു കേസാണ് കോളോറക്ടൽ ക്യാൻസർ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂസഡ് ആക്കുന്ന വിഷയം. മലത്തിൽ ബ്ലഡ് വന്നാൽ ദൈവമേ ഇത് ഇനിയൊരു ക്യാൻസർ ആകുമോ, വേറെ എന്തെങ്കിലും പ്രശ്നമാകുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ക്യാൻസർ അങ്ങനെയുള്ള സാധ്യത ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ തന്നെ ബ്ലീഡിങ് ഉണ്ടാകുന്നതിന് കൂടെ തന്നെ അത് ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ എൻഡിങ് ഭാഗത്താണെങ്കിൽ, എസ്പെഷ്യലി നമ്മുടെ മലം വരുന്ന ഏറ്റവും എൻഡിങ് ഭാഗം ഉണ്ടല്ലോ, കുടലിൻ്റെ ഏറ്റവും അവസാന ഭാഗം, ആനൽ റീജിയൻ എന്ന് പറയും, ആ ഭാഗത്തൊക്കെയാണ് ക്യാൻസർ എന്ന് പറയുന്ന അവസ്ഥ ഉള്ളതെങ്കിൽ ഒരു പക്ഷേ എന്ത് ചെയ്യും, നല്ല ഫ്രഷ് ബ്ലഡ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇനി അതല്ല ശരീരത്തിൻ്റെ അല്ലെങ്കിൽ കുടലിൻ്റെ ഉൾഭാഗങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഒരു മിക്സഡ് നേച്ചർ ആകാനും സാധ്യതയുണ്ട്. പക്ഷേ ഈ ക്യാൻസർ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസിൽ നല്ല ബോഡി നല്ലോണം വീക്കായിരിക്കും, നല്ല ക്ഷീണം ഉണ്ടായിരിക്കും. മാത്രമല്ല അനിയന്ത്രിതമായിട്ട് തന്നെ ബോഡി എന്ത് ചെയ്യും, ബോഡി വെയിറ്റ് പെട്ടെന്ന് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം നമുക്ക് അവരിൽ നിന്ന് കാണാൻ കഴിയും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അതങ്ങനെയുള്ളവരെല്ലാവരും ക്യാൻസർ ആണ് എന്നല്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളത് സാധ്യതയുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണ്ട ട്രീറ്റ്മെൻറ്റിലേക്ക് പെട്ടെന്ന് തന്നെ വൈകാതെ കടക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കോളോറക്ടൽ ക്യാൻസർ കേസുകളിൽ ഏത് ഭാഗത്താണ് എത്ര സിവിയാരിറ്റി ഉണ്ടോ അതിനൊക്കെ ഡിപ്പെൻഡ് ആയിട്ടാണ് ഈ പറഞ്ഞതുപോലെ ബ്ലീഡിങ് ഉണ്ടാവുക. പക്ഷെ അങ്ങനെയുള്ള കേസുകളിൽ എന്തുണ്ടാകും, നല്ല ക്ഷീണം ഉണ്ടാകും ആളുകൾക്ക്, അതേപോലെ തന്നെ നല്ല ബോഡി വെയിറ്റ് പെട്ടെന്ന് വളരെയധികം കുറയുകയും ചെയ്യും. ഇനി മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസെൻട്രി, അതായത് ചില ഇൻഫെക്ഷൻസ് കേസുകളിൽ നല്ല ഷിഗല്ല പോലെയുള്ള ഇൻഫെക്ഷൻ, സാൽമോണൽ പോലെയുള്ള അതിൻ്റെയൊക്കെ ഇൻഫെക്ഷൻ കാരണമായിട്ട്, ബാക്ടീരിയൽ വൈറൽ ഇൻഫെക്ഷൻ കാരണമായിട്ട് കൂടുതലായിട്ട് എന്ത് ചെയ്യുക, വയറ്റിന്ന് പോകുക, സ്റ്റൂളൊക്കെ നന്നായിട്ട് പോവുക, വൈറ്റിഷ് നാച്ചുറലായിട്ടൊക്കെ. അപ്പോൾ അതിൻ്റെ കൂടെ ഈ പറയുന്ന മ്യൂക്കസ് മെമ്പറൈൻ നശിച്ചു പോകും, സ്വാഭാവികമായിട്ടും ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പ്രോപ്പറായിട്ട് അക്യൂട്ടായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. നല്ല ക്ഷീണം ഉണ്ടാകും, ആൾ ഭയങ്കര ടയേർഡായിട്ടായിരിക്കും, ഇലക്ട്രോലൈറ്റ്സ് ഇംബാലൻസ് ഒക്കെ നന്നായിട്ടുണ്ടായിരിക്കും. കാരണം അത്രമാത്രം ടോയ്ലറ്റിൽ നടന്നിട്ടുണ്ടായിരിക്കും, നല്ല ലോ സ്റ്റൂൾ പോയിട്ടുണ്ടായിരിക്കും, അതിൻ്റെ എൻഡിങ്ങിലേക്കായിരിക്കും ചിലപ്പോൾ മിക്കവാറും ബ്ലഡൊക്കെ കാണപ്പെടുക എന്നുള്ളത്. അപ്പോൾ കോമൺ ആയിട്ട് ഇങ്ങനെയുള്ള കണ്ടീഷനുകളിലാണ് ബ്ലഡ് കാണുക എന്നുള്ളത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ബ്ലഡ് മലത്തിൽ കാണുക എന്നുള്ളത് ഒരിക്കലും നോർമൽ കണ്ടീഷനല്ല, അതൊരു അബ്നോർമൽ കണ്ടീഷൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്തൊരു സ്വയം ട്രീറ്റ്മെൻറ്റിലേക്ക് നീങ്ങരുത്, അല്ലെങ്കിൽ അത് ഇന്നൊരു ഡിസിഷനിലേക്ക് നിങ്ങൾ ഒരിക്കലും എത്തരുത്. തീർച്ചയായിട്ടും അതൊരു നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട്, ഒരു ഹെൽത്ത് പ്രൊഫഷനെ നേരിട്ട് കണ്ടിട്ട് ഈ വിഷയം പറഞ്ഞിട്ട് അത് വേണ്ട ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ നമ്മൾ നോക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ നമ്മളിപ്പോൾ ഈ ഒരുപാട് കേസുകൾ പറഞ്ഞല്ലോ, ഇങ്ങനെയൊക്കെ ഒരു കേസുകൾ വരാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ അല്ല, നല്ല ഭക്ഷണമല്ല എന്നുള്ളത് വരുമ്പോഴാണ്.
അല്ലേ. ഈ പൈൽസ് ആകട്ടെ, ഫിഷർ ആകട്ടെ, ഇങ്ങനത്തെയൊക്കെ ഒരു IBD പോലുള്ള അസുഖങ്ങളാകട്ടെ, ഇതൊക്കെ ഡൈജഷൻ പ്രോപ്പർ അല്ല, പെട്ടെന്ന് ഇൻഫെക്ഷൻ വരുന്നുണ്ട്, ഇങ്ങനെയുള്ള കണ്ടീഷനുകളിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം നല്ല പ്രോപ്പറായിട്ട് നല്ല ക്വാളിറ്റി ഉള്ളതും മിതമായ ക്വാണ്ടിറ്റിയിൽ കഴിക്കുക എന്നുള്ളതാണ്. ഫൈബേഴ്സ് നന്നായിട്ടുണ്ടാകണം, ഡൈജഷൻ നന്നായിട്ട് സിമ്പിളായിട്ട് നടക്കാൻ നല്ല വാട്ടറി കണ്ടന്റുള്ള ഫുഡുകൾ കഴിക്കുക. പിന്നെ അതുപോലെ അധികം സ്പൈസി ആയിട്ടുള്ള, ഹോട്ടായിട്ടുള്ള, കൂടുതൽ ഹെവി മീറ്റുകളൊന്നും എന്ത് ചെയ്യുക, ഹെവി മീൽസുകളൊക്കെ പരമാവധി ഒഴിവാക്കി സിമ്പിൾ ഡയറ്റ് നടക്കുന്ന ഫുഡുകൾ കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇതൊക്കെ തന്നെ ശ്രദ്ധിച്ചാൽ ഓൾമോസ്റ്റ് നമുക്ക് നല്ലോണം ഒരു പരിധി വരെ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ കഴിയും. പ്രത്യേകിച്ച് നാരങ്ങ, അതേപോലെ നെല്ലിക്ക, ഉറുമാമ്പഴം, അനാറ്, ഇതൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ബോഡിക്ക്. പ്രത്യേകിച്ച് ബ്ലീഡിംഗ് ഒക്കെ ഒന്ന് കുറയ്ക്കാൻ. അതുപോലെ പൈൽസ് ഉള്ളവർക്ക്, അതുപോലെയാണ് അത്തിപ്പഴം, അത് വെള്ളത്തിലിട്ട് കഴിക്കുന്നത് വളരെ ഉപകാരമാണ്. അപ്പോൾ എനിവേ നമ്മൾ ഇങ്ങനൊരു ബുദ്ധിമുട്ട് വന്നാൽ, മലത്തിൽ ഇങ്ങനെ ബ്ലഡിൻ്റെ ഇഷ്യൂസ് കണ്ടാൽ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ കണ്ടിട്ട്, ഒരു ഡോക്ടറെ കണ്ടിട്ട് അവരുടെ നിർദ്ദേശം സ്വീകരിക്കൽ വളരെ നിർബന്ധമാണ്. ഇല്ല എങ്കിൽ ഗ്രാജ്വലി നമ്മുടെ ഹെൽത്ത് ചോർന്നു പോകുന്നത് പോലെയാണത്, അല്ലേ. ബ്ലഡ് ചോർന്നു പോകാൻ, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ആരോഗ്യം തന്നെ ചോർന്നു പോകും. അതുകൊണ്ട് നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഹെൽത്ത് പ്രൊഫഷണൽ കണ്ടിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക. ഇത് വലിയൊരു സർജിക്കൽ പ്രൊസീജിയറിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ മിക്ക കേസുകളും നമുക്ക് മെഡിസിനായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ അതിൻ്റെ കൂടെ പിന്നീട് ഗ്രാജ്വലി ചേഞ്ച് ചെയ്ത് വരിക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ എനിവേ ഇതുകൊണ്ട് ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, കൂടുതൽ അറിയാനെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമുക്കത് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനിയും നമുക്ക് മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.